ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ കഴിഞ്ഞ 20 ദിനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവമായ കർത്താവ് നൽകിയ കൽപ്പനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ധ്യാനിക്കുകയായിരുന്നു. ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്ന ഈ ഒരാഴ്ചക്കാലം, പ്രത്യേകിച്ച് 21-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ മൂലപാപങ്ങളുടെ സാന്നിധ്യമുണ്ടോ? അതേപോലെ ആ മൂലപാപങ്ങളുടെ എതിരായിട്ടുള്ള പുണ്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പരിശോധിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുക. ഈശോയുടെ തിരുസന്നിധിയിൽ ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് ഈ ദിനങ്ങളിൽ മൂലപാപങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അവയ്ക്ക് പകരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട പുണ്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കാം. 21-ാം ദിനത്തില് നമ്മൾ ഒന്നാമത്തെ മൂലപാപമായ നിഗളം അല്ലെങ്കിൽ അഹങ്കാരം എന്ന പാപത്തെക്കുറിച്ചും അതിൻ്റെ നേരെ എതിരായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പുണ്യമായ എളിമയെക്കുറിച്ചും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് കടന്നു പോകാം. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല തീർച്ച. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിന്റെ മേഖലയെക്കുറിച്ച് നാം ആദ്യ ദിനങ്ങളിൽ ധ്യാനിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ന ഭാവം, അഹങ്കാരം കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല എന്നുള്ള ആ ഒരു സത്യവും യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. അഹങ്കാരത്തിന്റെ മേഖല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്ന ഒരു ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തിയുടെ തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഉയർന്നു വരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായി മാറുക. പ്രിയമുള്ളവരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അഹങ്കാരികളോട് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. അവരെ എതിർത്ത് കളയും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരും, നാശങ്ങൾ കടന്നു വരും. എന്നാൽ എളിമയുള്ളവർക്ക്, താഴ്ന്നു നിൽക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലാണ് ദൈവം കൃപ കൊടുക്കുന്നത്. നമുക്ക് ആഗ്രഹിക്കാം താഴ്ന്നു നിൽക്കാൻ. എളിമയുള്ള, സ്വയം ശൂന്യമാക്കുന്ന ഈശോ ആ ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. ദൈവമായിരിക്കെ അവൻ ഒന്നുമല്ലാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേ മനോഭാവത്തോടെ ഒരു സീറോ ലെവലിലായി നിന്നുകൊണ്ട്, ശൂന്യമായി നിന്നുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുക. അപ്പോഴാണ് ഉന്നതത്തിൽ നിന്നുള്ള ആ ഒരു കൃപ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് ഉന്നതത്തിൽ നിന്ന് ഒഴുകുന്ന ആ കൃപാവരം സ്വീകരിക്കാൻ നമുക്ക് എളിമയുടെ തലത്തിലേക്ക്, അല്ലെങ്കിൽ താഴ്മയുടെ മനോഭാവത്തോടെ സ്വയം താഴ്ന്നുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാം. അഹങ്കാരം വെടിഞ്ഞ് വിശുദ്ധിയിലാകുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതം എളിമ നിറഞ്ഞതാവട്ടെ, വിശുദ്ധമായി തീരട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.